വിശദമായ വാർത്തകൾ നോക്കാം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചു. എല്ലാ വിഷയങ്ങളിലും ക്രിയാത്മകമായ ചർച്ചകൾ നടക്കണമെന്ന് സമ്മേളനത്തിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഭാരതം നൽകിയതെന്നും രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും രാഷ്ട്രത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പഹൽഗാം വിഷയം വിശദമായി ചർച്ച ചെയ്യുമെന്ന് JP നദ്ദ രാജ്യസഭയിൽ അറിയിച്ചു. S. ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ ആരംഭിച്ചു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ എംപിമാരുടെ സത്യപ്രതിജ്ഞയടക്കം ഇന്ന് നടക്കുകയും ചെയ്തു. അതിനു മുന്നോടിയായി പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ സമ്മേളന കാലത്ത് പഹൽഗാം ഭീകരാക്രമണം അടക്കമുള്ള എല്ലാ വിഷയങ്ങളും എല്ലാത്തിലും ക്രിയാത്മകമായ ചർച്ച നടക്കും എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഈ പഹൽഗാമിന് ശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ അതിനെ അങ്ങേയറ്റം പുകഴ്ത്തുന്നതിനും പ്രശംസിക്കുന്നതിനും നമ്മുടെ സൈനികരെ പ്രശംസിക്കുന്നതിനും പ്രധാനമന്ത്രി സമയം കണ്ടെത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം നമ്മുടെ തദ്ദേശീയ ആയുധങ്ങളുടെ മികവ് പ്രകടിപ്പിക്കപ്പെട്ട ഒന്നാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സഭയ്ക്കുള്ളിൽ രാജ്യസഭയിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞത് എല്ലാ വിഷയങ്ങളിന്മേലും കൃത്യമായ ചർച്ച നടക്കും എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷം രാജ്യസഭയിലും ലോക്സഭയിലും ഒരേപോലെ ബഹളം ഉണ്ടാക്കി. ആദ്യഘട്ടത്തിൽ 12 മണിവരെ രാജ്യസഭ നിർത്തിവെച്ചു. പിന്നീട് ലോക്സഭ 2 മണിവരെയും നിർത്തിവെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ അഹമ്മദാബാദ് വിമാന ദുരന്തമടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഇന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രിയും കൃത്യമായ മറുപടി നൽകി. 2 കാര്യങ്ങളിലാണ് മറുപടി നൽകിയത്. ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ച കാര്യത്തിൽ അത് ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായി നടത്തപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഈ വിമാനാപകടത്തിൽ മരിച്ചവർക്ക് കൊടുക്കുന്ന അതേ നഷ്ടപരിഹാരം തന്നെ വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നൽകും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അങ്ങനെ ഈ ചർച്ചകൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. രാജ്യസഭയിൽ ഇപ്പോൾ തടസ്സങ്ങൾ നീങ്ങി വീണ്ടും ചർച്ചകൾ തുടരുകയാണ്. ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചിട്ടുണ്ട്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. നാടെങ്ങും ആഘോഷിച്ച് രാജ്യസഭാ MP ആയുള്ള C. സദാനന്ദൻ മാസ്റ്ററുടെ സ്ഥാനാരോഹണം. സദാനന്ദൻ മാസ്റ്ററുടെ നാടായ പെരിഞ്ചേരി ബാവോട്ടുപാറയിൽ പടക്കം പൊട്ടിച്ചും പായസം വിതരണം ചെയ്തുമാണ് നാട്ടുകാർ ആഘോഷിച്ചത്. മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് പ്രവർത്തകർക്ക് കരുത്തു പകരുന്നതാണ് മാസ്റ്ററുടെ MP സ്ഥാനമെന്ന് ഏവരും ഒറ്റക്കെട്ടായി പറയുന്നു.